15ാം നിയമസഭാ സമ്മേളനം ഇന്നും തുടരും. സുപ്രധാന വന നിയമ ഭേദഗതി ബില്ലുകൾ ഇന്ന് സഭ പരിഗണിക്കും. ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യമൃഗങ്ങളെ കൊലപ്പെടുത്താൻ അനുമതി നൽകാനാണ് നിയമ ഭേദഗതി. രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം ഇത്തരത്തിൽ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. സ്വകാര്യ ഭൂമിയിലെ ചന്ദനമരം മുറിച്ചു വിൽക്കുന്നതിന് അനുമതി നൽകുന്ന ബില്ലും നിയമസഭ പരിഗണിക്കും. അതേസമയം സംസ്ഥാനത്തെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റവും പ്രതിപക്ഷം ഉന്നയിക്കും. ടി വി പ്രസാദ് ഉണ്ട് വിശദാംശങ്ങൾ നൽകാൻ. ടി വി പ്രസാദ്, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ 2 ദിവസവും സഭ നമ്മൾ കണ്ടതാണ്. അടിയന്തര പ്രമേയ ചർച്ചയായിരുന്നു 12 മണി മുതൽ 2:45 ഒക്കെ വരെ ഉണ്ടായിരുന്നത്. ഇന്നിപ്പോൾ സഭ എന്തൊക്കെയായിരിക്കും കാണാനിരിക്കുന്നതെന്നുണ്ട്. ഒപ്പം പ്രധാനമായും ഈ സുപ്രധാന വന നിയമ ഭേദഗതി ബില്ലുകൾ ഇന്ന് സഭ പരിഗണിക്കും എന്നുള്ളത് തന്നെയല്ലേ? അതുതന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മലയോര ജനതയുടെ പിന്തുണ കിട്ടുക എന്നുള്ളത് ഏറെ പ്രധാനമാണ്. നമുക്കറിയാവുന്നതുപോലെ ഓരോ ദിവസവും വന്യജീവി ആക്രമണങ്ങൾ വലിയ തോതിൽ കൂടുന്നു. നിരവധി പേർ മലയോര മേഖലയിൽ കൊല്ലപ്പെടുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതിനൊരു പ്രതിവിധി എന്ന നിലയിലാണ് കേന്ദ്ര വന നിയമത്തിൽ ഭേദഗതി വരുത്താനുള്ള ഒരു നീക്കമുള്ളത്. കഴിഞ്ഞ മന്ത്രിസഭാ യോഗമാണ് ഇത് സംബന്ധിച്ച ആ ബില്ലിന് അനുമതി നൽകിയത്. അതിന്ന് നിയമസഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ആക്രമണ സ്വഭാവമുള്ള മൃഗങ്ങളെ വെടിവെച്ച് കൊല്ലാൻ കഴിയും എന്നുള്ളതാണ്. ജില്ലാ കളക്ടറുടെ ഉൾപ്പെടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡർക്ക് ഈ സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കുകയും ചെയ്യാം. ഇത് മലയോര മേഖലയെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമുള്ള ഒരു നീക്കമാണ്. പക്ഷേ ഇതിലൊരു പ്രതിസന്ധി ഉള്ളത്, രാജ്യത്ത് ആദ്യമായാണ് ഒരു സംസ്ഥാനം കേന്ദ്ര വനം നിയമം ഭേദഗതി ചെയ്യാൻ ഒരുങ്ങുന്നത്. അങ്ങനെയുള്ളപ്പോൾ ഇവിടെ സാധാരണ സംസ്ഥാന നിയമങ്ങൾ പോലെ നിയമസഭ പാസാക്കിയതിന് ശേഷം അത് ഗവർണറുടെ ഒപ്പോടുകൂടി നിയമമാകില്ല. ഗവർണറുടെ അനുമതി കിട്ടിയതിന് ശേഷം രാഷ്ട്രപതിയുടെ കൂടി അംഗീകാരം കിട്ടേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ആ നിയമത്തിൽ ഭേദഗതി ഉണ്ടാവുക. നിലവിലെ സാഹചര്യത്തിൽ അത് എത്രത്തോളം കഴിയും എന്നുള്ളത് നിയമവിദഗ്ധർ ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ഒരു പ്രതീക്ഷ നൽകുക എന്നുള്ളത് തന്നെയാണ് ഈ നീക്കത്തിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും ഇത് നിയമമായി കഴിഞ്ഞാൽ, ഇതിൻ്റെ ഭേദഗതി വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും കേരളത്തിൽ ഇന്ന് നിലവിലുള്ള വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നത്തിന് ഇത് പരിഹാരമാകും എന്ന് തന്നെയാണ് സർക്കാർ കണക്കുകൂട്ടുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ സ്വന്തം പറമ്പിലുള്ള ചന്ദനം, ആ ചന്ദനമരം മുറിച്ചു വിൽക്കാനുള്ള ആ ബില്ലിനും നേരത്തെ മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നു. അതും നിയമസഭയുടെ പരിഗണനയ്ക്ക് വരികയാണ്. നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് ഇന്ന് നിയമസഭയുടെ പരിഗണനയിലേക്ക് പ്രതിപക്ഷം കൊണ്ടുവരികയാണ്. വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്കുള്ള വില കൂടുതൽ, അതിൽ സർക്കാർ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പറയുന്ന വിമർശനം, അതെല്ലാം ഇന്ന് നിയമസഭയുടെ പരിഗണനയിലേക്ക് കൊണ്ടുവരാനാണ് പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നത്. അതേസമയം ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കില്ല എന്ന് തന്നെയാണ് അറിയുന്നത്. നാളെ വെള്ളിയാഴ്ച പങ്കെടുക്കാനുള്ള സാധ്യത കാണുന്നുമുണ്ട്. അതിനുശേഷം പാലക്കാട്ട് മണ്ഡലത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പോകും എന്ന് പറഞ്ഞും ഒരു വിവരം വരുന്നുണ്ട്. എന്തായാലും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലേക്ക് എത്തിയേക്കില്ല. ശ്രുതി, വ്യക്തമാണ് എന്തായിരിക്കും ഇന്ന് സഭയിൽ എന്നുള്ളതിന്റെ ചുരുക്കമാണ് ടി വി പ്രസാദ് പങ്കുവച്ചത്.